ചങ്ക് ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിലുള്ള കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലും ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്ന പുനലൂർ തൂക്കുപാലത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. 1871 തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പുനലൂർ തൂക്കുപാലത്തിനുള്ള ആവശ്യവും ആശയവും ഉടലെടുത്തത്. അന്ന് തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന നാണുപിള്ള അദ്ദേഹം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിന്റെ മേൽനോട്ടങ്ങൾ ഏൽപ്പിക്കുകയും 1877 പണി പൂർത്തിയാക്കിയ പാലം പിന്നീട് 1880 പൊതുജന ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നത്. പൊതുവെ ശാന്തമായി ഒഴുകുന്നതായി തോന്നിപ്പിക്കുമെങ്കിലും നീരൊഴുക്കും അടിയൊഴുക്കും വളരെ കൂടുതലുള്ള കൊല്ലം ജില്ലയിലെ പ്രധാന നദിയായ കല്ലടയാറിന്റെ കുറുകെയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൊതുജന ഗതാഗതത്തിനായി 1880 തുറന്നുകൊടുത്ത ഈ പാലം ഏകദേശം 1.5 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും കേരള ചരിത്രത്തിന്റെ നെറുകയിൽ ഒരു തിലകക്കുറിയായി നിലനിൽക്കുന്ന കാഴ്ചയൊന്ന് കാണേണ്ടത് തന്നെയാണ്. പുനലൂർ തൂക്കുപാലത്തിന്റെ ചരിത്രവും അതിന്റെ വിശേഷങ്ങളും കൂടുതലായി അറിയുവാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ.